അല്ല, കൈ പോകുമ്പം എന്റെ ഏറ്റവും വലിയ വിഷമം സങ്കടം എന്ന് പറഞ്ഞാൽ കൈ പോയി ബസ്സിൽ ഇരിക്കുമ്പോ എന്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ എങ്ങനെ സിനിമയിൽ അഭിനയിക്കും എന്നുള്ളായിരുന്നു. സിനിമയിൽ അഭിനയിക്കണം, നായകനായിട്ടൊക്കെ അഭിനയിക്കണം എന്ന് നല്ല ആഗ്രഹം. നിങ്ങൾ ഈ കളമെഴുത്തുണ്ട്, ഭാഗവത പാരായണം, പിന്നെ കവിത, ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സിനിമ വരുന്നുണ്ട് കേട്ടോ. കരിമ്പടം എന്ന് പറയുന്ന സിനിമ ഗുണ്ടയാണ്, അത് അടാറ് ഗുണ്ടയാണ്. അപ്പൊ ഈ ഉടനെ തന്നെ പടം റിലീസാണ്, അടുത്ത മാസം തന്നെ കാണും. അപ്പോ എല്ലാവരും പോയി കാണണം. അതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ പറയട്ടെ, സപ്പോർട്ട് ചെയ്യണം. കാരണം ഇതായിരുന്നു അത് ചെറിയൊരു ആഗ്രഹം, ചെറിയൊരു അല്ല, അന്നത്തെ ഒരു ആഗ്രഹം അതാണ്. 24-25 വയസ്സല്ലയോ. അപ്പൊ പക്ഷെ അത് നടക്കത്തില്ലെന്ന് കാണുന്നൊരു സന്ദർഭമാണത്. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഈ പറയുന്ന പോലെ കൊത്തുപണി ഒഴിച്ച് ബാക്കിയെല്ലാം ഇടത് ചോദിച്ച് നമ്മള് ചെയ്തു. ഇനി സിനിമയിൽ എന്നുള്ളത് അത് സിനിമയിൽ ഇപ്പൊ ഉണ്ട്, യാഥാർത്ഥ്യമായി. ഇപ്പം അടുത്ത മാസം റിലീസാവും പടം. ഈ വെള്ളിയാഴ്ച പിന്നെ മലയാളത്തിലെ തന്നെ പ്രമുഖ സിനിമ പ്രവർത്തകരെല്ലാം കൂടെ, സിനിമ നടന്മാരും സംവിധായകരും എല്ലാം അത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്യുന്നുണ്ട്. അംലാദാണ് സംവിധായകൻ, അനസാണ് നായകൻ. എന്റെ നല്ലൊരു കിടിലൻ വേഷമാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണണം. ഈ കണ്ണാടിയിലൊക്കെ നോക്കി ഇങ്ങനെ അഭിനയിക്കുമ്പം ഈ എന്റെ അമ്മയും സഹോദരങ്ങളൊക്കെ കളിയാക്കുമായിരുന്നു. ഞാൻ കണ്ണാടി നോക്കി ഇങ്ങനെ അഭിനയിക്കുമായിരുന്നു, കരഞ്ഞും ചിരിച്ചും ദേഷ്യപ്പെട്ടും ഒക്കെ. അങ്ങനെ വർഷങ്ങളോളം ഉണ്ടായിരുന്നു. പിന്നെ ഈ കൈ പോയപ്പോഴാണ് അതെല്ലാം പോയെന്ന് വിചാരിച്ചത്. പക്ഷെ അവിടെ നിന്ന് വീണ്ടും ആ പ്രതീക്ഷ ഇങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന് നമ്മളിങ്ങനെ റീൽസിലൊക്കെ ചെയ്ത് ഓരോ ഗുണ്ട ടൈപ്പില കൂടുതലും ഈ ടെറർ ടൈപ്പ് സാധനങ്ങൾ ചെയ്യാൻ എനിക്ക് ഇഷ്ടം. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് കുറച്ച് ഷോർട്ട് ഫിലിമിലൊക്കെ അങ്ങനെ അഭിനയിച്ചു. അപ്പൊ തോക്കും പിടിച്ചോണ്ടിരിക്കുന്ന ചിത്രമൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ഗുണ്ട സെറ്റപ്പാണ് എന്റെ അഭിനയിക്കാനും എനിക്ക് ഇഷ്ടം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ സുഹൃത്തുക്കളും കൂടാണ് അനസ്, സൈനുദ്ദീൻ, അംലാദ്, ജലീൽ എന്ന് പറയുന്ന സുഹൃത്തുക്കൾ പറഞ്ഞ അളിയ ഒരു വേഷമുണ്ട്, അളിയം ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വലിയ സന്തോഷം അത് കേട്ടപ്പോ തന്നെ. കാരണം ഈ സാധാരണ സിനിമയുടെ അവസരങ്ങൾക്ക് വേണ്ടി ആളുകൾ ഓടി നടക്കുകയാണ്. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് വന്നൊരു അവസരം തന്നെയാണ്.